ടെസ്റ്റുകളൊന്നും ചെയ്യാത്ത ഡോക്ടർമാരെ വളരെ നല്ല ഡോക്ടർമാരായിട്ട് പൊതുവെ ടെസ്റ്റുകൾ കുറച്ച് എഴുതുന്ന ഡോക്ടറാണ്, സ്കാനിങ് എഴുതാത്ത ഡോക്ടറാണ്, സ്കാനിങ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ് വലിയ എന്താ പറയുക മഹാന്മാരാക്കുന്ന ഒരു ടെൻഡൻസി പോലും നമ്മുടെ നാട്ടിലുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ മാത്രം എടുത്തിട്ട് കിഡ്നി ക്യാൻസറിന് ഓപ്പറേറ്റ് ചെയ്ത ഡിസ്ക്രിപ്ഷനായിട്ട് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസ് ഉണ്ട്. ചില പേഷ്യൻസിന് അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ എടുത്തപ്പോൾ ബോഡിയിൽ മൊത്തം ക്യാൻസർ പടർന്നു പിടിച്ച അവസ്ഥകളും കണ്ടിട്ടുണ്ട്. അതായത് ആവശ്യത്തിന് സ്കാൻ എടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യമായ സർജറി ചെയ്യേണ്ടി വന്നേക്കാം. ഫോർ എക്സാമ്പിൾ ഈ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കിഡ്നി ക്യാൻസറിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു CT ചെസ്റ്റോ അല്ലെങ്കിൽ പെറ്റ് സ്കാനോ എടുത്തിരിക്കണം. കാരണം അത് ലങ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ്. അപ്പോൾ അവിടെ അസുഖം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കിഡ്നിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. കിഡ്നിയിൽ അസുഖം ഉണ്ടായിരിക്കെ ശ്വാസകോശത്തിലും ലിവറിലൊക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രൈമറി ഓർഗൻ പോയി ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ആ സർജറിക്ക് അതിനു മുമ്പ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യണമെന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ചില ടെസ്റ്റുകൾ നമ്മൾ ബയോപ്സി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ചിലത് സ്ലൈഡ് റിവ്യൂ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മൾ സ്കാനുകൾ പെറ്റ് സ്കാൻ ആയാലും അല്ലെങ്കിൽ വേറെ CT ചെസ്റ്റ് ആയാലും എക്സ്റേ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് ഏത് അസുഖമാണെന്നും അതിൻ്റെ സ്റ്റേജ് ഏതാണെന്നും അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നും എന്നൊക്കെ നോക്കിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ സർജറിക്കാണ് പോകുന്നതെങ്കിൽ പെറ്റ് സ്കാൻ എടുക്കണം, ഇനി അതല്ല കീമോതെറാപ്പി ആണെങ്കിൽ പെറ്റ് സ്കാൻ വേണ്ട, തൽക്കാലം ഇത് മതി എന്നൊക്കെ തീരുമാനിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഡിസിഷൻ എടുക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ ആ ഡോക്ടർ പാനലിനോ വിട്ടുകൊടുക്കുക.